ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് പെസഹ വ്യാഴാഴ്ചയായിരുന്നു. അപ്പം നമ്മളിവിടെ ഷാർജയിൽ വൈകുന്നേരം 3 മണിക്കായിരുന്നു പള്ളിയിൽ കുർബാന. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ ഒരുങ്ങി ഒരു 2:15 കഴിഞ്ഞപ്പോഴത്തേക്കിന് റെഡിയായിട്ട് നേരെ പള്ളിയിലേക്ക് വെച്ച് പിടിച്ചു. ഞങ്ങളൊരു 2:30 ആയപ്പോഴത്തേക്കിന് പള്ളിയിലെത്തി കേട്ടോ. നേരത്തെ പോയാൽ സ്ഥലം കിട്ടും, അല്ലെങ്കിൽ നിൽക്കേണ്ടി വരും എന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ ബേബീസ് റൂമിലായിരിക്കുന്നത്. അപ്പം ബേബീസ് റൂമിലൊക്കെ പെട്ടെന്ന് ആൾ ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാലോ പിന്നെ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പോയത് അരമണിക്കൂർ. അപ്പം പിന്നെ കുർബാനയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് ഇടയ്ക്ക് മറ്റേ പെസഹ വ്യാഴാഴ്ച ആയതുകൊണ്ട് കാലുകഴുകൽ ശുശ്രൂഷയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇനി വേണം അപ്പം പാലും ഒക്കെ ഉണ്ടാക്കാൻ. ഞാൻ ഓൾറെഡി പള്ളിയിൽ പോകുന്നതിന് മുമ്പ് അരിയൊക്കെ ഓൾറെഡി വെള്ളത്തിലിട്ട് കുതിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 2 സ്പൂണ് ഉഴുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് തിരിച്ചു വന്നിട്ടാണ് അരച്ചു വെച്ചത്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഈ സമയത്ത് പെസഹായുടെ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അപ്പവും പാലും ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മർത്തോമക്കാരിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെന്ന് പറയുന്നത് വട്ടയപ്പമാണ് പെസഹ വ്യാഴത്തിൻ്റെ അന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തവണ ഞാൻ വിചാരിച്ചു വട്ടയപ്പം ഉണ്ടാക്കാം, മറ്റേ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കാം, അതുപോലെ തന്നെ പാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓൾറെഡി പ്രിപ്പറേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. മറ്റേ വട്ടയപ്പത്തിനുള്ള മാവ് ഓൾറെഡി രാവിലെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി എല്ലാം പെട്ടെന്ന് തീർക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും ഇതും ഉണ്ടാക്കിയിട്ട് അപ്പം മുറിച്ചിട്ട് നേരത്തെ കിടന്നാലേ നാളെ രാവിലെ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകാനും പറ്റത്തുള്ളൂ. ഇവിടെ ഷാർജ പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച വെളുപ്പിനെ 4 മണിക്കാണ് മലയാളത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളെ രാവിലെ നേരത്തെ പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഈ പുളിപ്പില്ലാത്ത അപ്പം രണ്ടാമത്തെ ടൈമാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഞാൻ ഒന്ന് മറന്നു പോയായിരുന്നു. അപ്പം ഞാൻ ഒന്നും കൂടെ ആ പഴയ വീഡിയോ എടുത്ത് നോക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പഠിച്ചിട്ടാണ് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അരി അരച്ച് അതിനകത്തേക്ക് തേങ്ങയും അരച്ചിട്ട് ഇപ്പം നമ്മൾ പാത്രവും വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മാവ് എല്ലാം കൂടെ ഒഴിച്ചിട്ടിട്ട് അതിനകത്തേക്ക് നമ്മുടെ കുരുത്തോലയുടെ ചെറിയ പീസ് മുറിച്ചിട്ട് കുരിശാകൃതിയിൽ വെച്ചിട്ട് അപ്പം വേവിക്കാനായിട്ട് വെച്ചു. ഏകദേശം ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ ടൈം എടുത്തു കേട്ടോ ഇതൊന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് കുക്കായി കഴിഞ്ഞിട്ട് ഞാനിത് എടുത്ത് മാറ്റി വെച്ചു. കാരണം ആകെ എൻ്റെ കയ്യിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഓൾറെഡി അരച്ചു വെച്ചേക്കുന്ന മാവുണ്ടായിരുന്നു, അത് ഓൾറെഡി പുളിച്ച് പൊങ്ങിയായിരുന്നു. കാരണം ഞാൻ എല്ലാവരും പുളിപ്പില്ലാത്ത അപ്പമാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഞങ്ങളുടെ സൈഡിലോട്ട് വട്ടയപ്പം ഉണ്ടാക്കുന്നത് കൊണ്ട് വട്ടയപ്പം ഓൾറെഡി പുളിച്ചിട്ടാണല്ലോ അത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വട്ടയപ്പത്തിനുള്ളതും കൂടെ എല്ലാം സെറ്റാക്കി വെച്ചു. അതിനകത്തേക്ക് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും നട്ട്സും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഈ പാത്രത്തിനകത്തേക്ക് നമ്മൾ എണ്ണയൊന്ന് തടവിയിട്ടുണ്ട് കേട്ടോ ആ പാത്രത്തിനകത്തേക്ക് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ മാവ് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ആ കുരിശ്, അതായത് കുരുത്തോല കീറിയിട്ടുള്ള കുരിശ് അതിനകത്തേക്ക് കുരിശാകൃതിയിലെടുത്ത് വെച്ച് അടച്ചു വെച്ച് അതും ഇതുപോലെ ഇത് വേവാൻ എനിക്കൊരു 25 to 30 മിനിറ്റ്സാണ് എടുത്തത്. അപ്പം രണ്ടും ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ പാലുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ചർക്കരയുടെ പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ശർക്കരയുടെ പൊടി എടുത്തിട്ട് അത് ഒരു 2 സ്പൂൺ എടുത്തു. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം ഞങ്ങളിവിടെ 2 പേര് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് വളരെ കുറച്ചെടുത്തേക്കുന്നത്. ശർക്കരയിലേക്ക് ലേശം വെള്ളമൊക്കെ ഒഴിച്ച് മാറ്റി ഇളക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാം പാലും 1ാം പാലും എടുത്തിട്ടുണ്ടായിരുന്നു. 2ാം പാലിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. എന്നിട്ട് അത് തിളയ്ക്കാറായപ്പോഴത്തേക്കിന് അതിനകത്തേക്ക് നമ്മൾ ഈ ശർക്കരയുടെ പാനിയുണ്ടല്ലോ, പാനിയല്ല വെള്ളം, അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ഇതിനകത്തേക്ക് പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുത്തു. ചുക്കുപൊടി, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ 1ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാവാറായപ്പോഴത്തേക്കിന് ഓഫ് ചെയ്തു. ഞാൻ ഓൾറെഡി എടുത്ത അരിപ്പൊടി എന്ന് പറയുന്നത് വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു തരിതരിപ്പ് അതിനകത്തുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ലാസ്റ്റിൽ നമ്മളെ കുരുത്തോല കുരിശാകൃതിയിൽ അതും കൂടി ഇട്ട് കൊടുത്ത് അങ്ങ് സെറ്റ് ചെയ്തു. അപ്പം നമ്മുടെ 2 അപ്പവും പാലും എല്ലാം റെഡിയായി. പിന്നെ ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് നമ്മുടെ ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു പെസഹായുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, ആ ഒരു പ്രാർത്ഥനയും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് മുറിച്ച് ഈ പാലിൽ മുക്കിയിട്ട് അങ്ങ് കഴിച്ചു. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ അപ്പവും ഈ പാലിൽ മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും പെസഹായ്ക്ക് അപ്പമൊക്കെ ഉണ്ടാക്കി കഴിച്ചോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.